ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ 105ാമത് ജയന്തിയോടനുബന്ധിച്ചുള്ള അനുസ്മരണ ചടങ്ങുകൾ ആരംഭിച്ചു. അതിന്റെ തത്സമയത്തിലേക്ക് പോകാം. ക്ഷമിക്കുക. എത്ര വർഷമായി, അതായത് ഇന്നലെ പറഞ്ഞു ഞാൻ അച്ഛൻ്റെ സപ്തതി മുതൽ, അത് 70ാം പിറന്നാൾ മുതൽ മള്ളിയൂരിൽ നിത്യമായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം അച്ഛന് കാണണമെന്ന് വിചാരിച്ചാൽ അദ്ദേഹം ഓടിയെത്തും. ഇവർ തമ്മിൽ കുറേ നേരം സംസാരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ അടുപ്പിച്ച് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം എല്ലാ സപ്താഹത്തിൻ്റെയും മുഖ്യ ആചാര്യനായിട്ട് ഞങ്ങളെ ഇവിടെ വന്ന് അനുഗ്രഹിക്കുന്നു. കൃഷ്ണേട്ടനും രാധേടത്തെയും അവർ രണ്ടുപേരും ഞങ്ങളുടെ ചെറിയ സൗകര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഈ ഭാഗവത സത്രം ഭംഗിയായി നടത്തി തന്ന ഒരു മഹാത്മാവാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ഞങ്ങൾ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ശിവരാമകൃഷ്ണയ്യർ അവർകൾ, അദ്ദേഹം കണ്ടാലറിയാം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അത്ര ബുദ്ധിമുട്ടിലാണ്. പക്ഷേ ഇത്രയും ആരോഗ്യം പ്രതികൂലമായിട്ടും എല്ലാ വർഷവും ഈ ജയന്തി ദിവസം ഇവിടെ എത്തും ഡൽഹിയിൽ നിന്ന്. അദ്ദേഹമില്ലാത്ത ജയന്തി ഇവിടെ അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ല. അദ്ദേഹം അച്ഛനെ ഈ കേരളത്തിന് വെളിയിൽ എല്ലാ പുണ്യസ്ഥലങ്ങളിലും എത്തിച്ച ഒരു മഹാത്മാവാണ്. അദ്ദേഹത്തെ ഈ വേദിയിൽ ഞങ്ങൾക്ക് ക്ഷണിക്കാതെ വയ്യ. അദ്ദേഹവും ഈ സദസ്സിൽ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മാഞ്ഞൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സുനു ജോർജ് അവർകൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം, അതുപോലെ ഇത്രയും ദിവസം ഈ സത്രത്തെക്കുറിച്ച് ജനങ്ങളിൽ എത്തിച്ച മാധ്യമങ്ങൾ, അവരെയും ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. അതുപോലെ ഇവിടെ അന്നം തന്ന മഹാത്മാവ്, അതുപോലെ ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി, അതുപോലെ ഈ ശബ്ദവും വെളിച്ചവും ഒക്കെ നൽകിയ ആ ഒരു കുടുംബം, അവരെയൊക്കെ ഞങ്ങൾ എന്നും സ്മരിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളും ഇനിയും ഞങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രകളിൽ നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മുമ്പിലിരിക്കുന്ന എല്ലാ മഹാത്മാക്കളെയും ഞാൻ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഭദ്രദീപം പ്രോജ്വലിപ്പിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു പൂജ്യശ്രീ നടുവിൽമഠം അച്യുതഭാരതി സ്വാമിയാർ, പന്തളം കൊട്ടാരം പുണർതം തിരുനാൾ ശ്രീനാരായണവർമ്മ തമ്പുരാൻ, ബ്രഹ്മശ്രീ വെൺമണി കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹവും, അതുപോലെ തന്നെ ജയശങ്കർ രാജഗോപാൽ അദ്ദേഹവും, മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി അദ്ദേഹവും ചേർന്ന് ഇപ്പോൾ ഭദ്രദീപം പ്രോജ്വലിപ്പിക്കും. ഇന്ന് 5 മഹത്തുക്കളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ ശ്രീ തിരുവിഴ ജയശങ്കർ അദ്ദേഹത്തെയും ഭദ്രദീപം പ്രോജ്വലിപ്പിക്കുന്നതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശിവരാമകൃഷ്ണ അയ്യർ അദ്ദേഹത്തെയും ക്ഷണിക്കുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ
അനുഗ്രഹ പ്രഭാഷണത്തിനായി പൂജ്യശ്രീ നടുവിൽ മഠം അച്യുത ഭാരതി സ്വാമിയാർ തിരുമനസ് കൊണ്ട് അദ്ദേഹത്തെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ഹസ്തിമസ്തകമസ്തോകമസ്തു സ്വസ്തികൃതസ്തു ന യത്തു പ്രത്യൂഹ വിധ്വസ്തിം വിധത്തെ വസ്തുതസ്തുതം. ഈ പുണ്യ ദിനത്തിൽ, ഈ പുണ്യ സ്ഥലത്ത് വരാൻ കഴിഞ്ഞവരെല്ലാവരും ധന്യരാണ്. പൂർവ്വസുഹൃതം കൊണ്ട് മാത്രമാണ് ആ ഭാഗവത ഹംസത്തിൻ്റെ 105-ാമത്തെ ജന്മദിനം ആഘോഷിക്കുന്നത്. ഈ സത്രത്തിൻ്റെ ഈ സമാപന സമയത്ത് എല്ലാവരും വന്നു ചേർന്ന് ഭാഗവത സംഗ്രഹം പാരായണം ചെയ്യാൻ പോകാൻ അധികം താമസിക്കാതെ അതിലെല്ലാം പങ്കെടുക്കാൻ കഴിഞ്ഞവർ ഏറ്റവും ധന്യരാണ്. അവർക്കൊരിക്കൽ കൂടി എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ പുഷ്പാഞ്ജലി പോലെ ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും മംഗളം. പന്തളം കൊട്ടാരം പുണർദം തിരുനാൾ ശ്രീനാരായണ വർമ്മത്തമ്പുരാൻ തിരുമനസ്സുകൊണ്ട്. സ്വാമി ശരണം, മഹാഗണപതി ശരണം, ഗുരുവായൂരപ്പ ശരണം. പൂജനീയ അച്യുതാനന്ദ നടുവിൽ മഠം സ്വാമിയാർ, അതുപോലെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യരെ, സദസ്സിൽ എന്നെ കേൾക്കുന്ന അമ്മമാരെ, സഹോദരിമാരെ, ഭക്തജനങ്ങളെ, ഈ വർഷത്തെ രാജപ്രതിനിധിയായിട്ട് ശബരിമലയിൽ പോയി വന്ന ശേഷം കുറച്ച് ദേഹാസ്വസ്ഥത്തോടുകൂടി ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണെങ്കിലും ഈ ഫെബ്രുവരി 2 നമുക്കൊരിക്കലും മാറ്റിവെക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ മള്ളിയൂർ തിരുമേനിയുടെ ആ ജന്മദിനം ഒരിക്കലും നമ്മുടെ ഇതിൽ നിന്നും മറക്കാൻ സാധിക്കുകയില്ല. കാരണം അദ്ദേഹവുമായിട്ട് എൻ്റെ കുട്ടിക്കാലത്ത്, ഞാൻ പന്തളത്ത് 3 വർഷം അദ്ദേഹം സപ്താഹം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ അടുത്ത് കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ. അന്ന് അച്ഛനാണ് പൂജ ചെയ്യാൻ പോവുക, ഞങ്ങൾ അവിടെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ 2 കരകളുടെ ഇടയിൽ ഒരു നദിയുണ്ട്, അച്ചൻകോവിലാറ്. ഇത് കടന്ന് അക്കരെ വിടുക എന്നുള്ള ദൗത്യം കുട്ടിക്കാലത്ത് എനിക്കായിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് വള്ളത്തിൽ ഞാൻ അക്കരെ കൊണ്ട് വിടുക, അദ്ദേഹത്തിൻ്റെ ആ രാവിലെ എല്ലാ ദിനചര്യയും കഴിഞ്ഞിട്ട് അക്കരെ കൊണ്ടുവന്ന് വിട്ട് വായനയ്ക്ക് മുമ്പായിട്ട് അവിടെ എത്തിക്കുക എന്നുള്ള ജോലി അച്ഛൻ എന്നെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ അത്രമാത്രം എനിക്ക് അദ്ദേഹവുമായിട്ട് കുട്ടിക്കാലം തൊട്ട് എൻ്റെ മനസ്സിൽ, എൻ്റെ അച്ഛനോടുള്ള അതിൽ കൂടുതലായിട്ട് ആ ഒരു ഗുരുനാഥൻ എന്നുള്ള മനസ്സിൽ എന്നും അത് നിത്യസ്മരണ, നമ്മൾ ഈ പ്രാതസ്മരണയിലുള്ള പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖവും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ശബരിമലയ്ക്ക് യാത്ര പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെയും മഹാഗണപതിയുടെയും അനുഗ്രഹത്തിനായിട്ട് ഇവിടെ വരികയും ചെയ്തു. കാരണം പ്രത്യേകിച്ചും രാജപ്രതിനിധി എന്ന് പറയുന്നത് ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് മുജന്മ സുഹൃതമായിട്ട് എനിക്ക് കിട്ടിയ ഒരു പുണ്യമാണ്. കാരണം ഭഗവാനെ നേരിൽ കണ്ട് ഇത്രയും പന്തളത്ത് നിന്ന് 90 കിലോമീറ്ററോളം നടന്ന് അവിടെ പോയി നമ്മുടെ ഈ വരുന്ന വഴിയിലുള്ള ഭക്തജനങ്ങളുടെ എല്ലാം അവരുടെയൊക്കെ നമ്മൾ വിഭൂതി നൽകി അവരുടെ ആ സങ്കടങ്ങൾ കേട്ട് ഇത് മുഴുവൻ ഭഗവാന് സമർപ്പിക്കുവാൻ അവർ തരുന്ന നെയ്ത്തേങ്ങകളും അതുപോലെ കാണിക്കകളും ഇതെല്ലാം ഭഗവാന് സമർപ്പിക്കുവാനായിട്ട് ഈ രാജപ്രതിനിധിയായിട്ട് ഉടവാൾ നൽകി വിടുന്ന ആ ധനു 28-ന് പന്തളത്ത് നിന്ന് തിരിക്കുമ്പോൾ അതിനു മുമ്പായിട്ട് ഇവിടെ വന്ന് മള്ളിയൂരിൻ്റെ തിരുമേനിയുടെയും അതുപോലെ പത്മനാഭ സ്വാമി അന്ന് അവിടെ മുറജപം നടക്കുക, അവിടെയും പോയി അനുഗ്രഹം വാങ്ങി ആറ്റുകാലമ്മയുടെ കുമാരനെല്ലൂരമ്മ. അപ്പം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും, എൻ്റെ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ, അച്ഛനിങ്ങനെ ഈ ക്ഷേത്രങ്ങളിലെല്ലാം പോയിരുന്നു. അന്നത്തെ ഒരു കാലമായിരുന്നു. അന്ന് ഇതുപോലെയുള്ള ഒരു വലിയ വ്യാപകമായ കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിൽ ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ 105-ാമത് ജയന്തിയോടനുബന്ധിച്ചുള്ള അനുസ്മരണ ചടങ്ങ് അവിടെ പുരോഗമിക്കുകയാണ്. തത്സമയ സംരക്ഷണമാണ് പ്രേക്ഷകർ കണ്ടത്.